ഹായ് മക്കളെ, ശ്രീഭാമ മിസ്സാണ്. എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ പരീക്ഷാ സമയമാണ്, അതിൻ്റെ ടെൻഷനിലാണ് നിങ്ങളെന്നൊക്കെ അറിയാം. അപ്പോൾ മിസ് നിങ്ങളിന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അടിപൊളിയായിട്ട് ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി വണ്ടർ. അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്ന ഒരു പോർഷനുമാണ് അല്ലേ. സോ രക്തപര്യനം, വിസർജനം, നാഡി ഏകോപനം എന്ന് പറയുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് മിസ് സ്റ്റാർട്ട് ചെയ്യാണ്, കാരണം നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അല്ലേ. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്ലസ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പറഞ്ഞുതരാം. സോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പൊ മനുഷ്യരക്തം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച് പകർത്തിയിട്ടുള്ള ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ABC കോശങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിന്റെ ഫംഗ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ടും ചോദിച്ചിട്ടുണ്ട്. ABC നിങ്ങൾക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും അതെന്താണ് മക്കളെ, ഈ രക്തകോശമാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, അപ്പൊ പനി ആയിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ആദ്യം തന്നെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡൗട്ട് തോന്നിക്കവൻ ആദ്യം തന്നെ പറയാം ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം, യൂറിൻ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയാം അല്ലേ. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറയുന്ന സമയത്ത് എന്താ ശരിക്കും നോക്കുന്നത് നിങ്ങൾക്കറിയോ? നമ്മുടെ ബ്ലഡിനകത്തുള്ള ഈ കോശങ്ങളുടെ കൗണ്ടും കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. അപ്പൊ നമുക്ക് അറിയണം എന്തൊക്കെയാണ് രക്തകോശങ്ങളിൽ പഠിക്കാനുള്ളതെന്ന്. സോ മിസ് ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുതരാം. അപ്പൊ ഈ ലാബിലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് റിപ്പോർട്ട് കിട്ടും. എൻ്റെ മക്കൾ വെറുതെ ഒന്ന് വായിച്ചു നോക്കുക, അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാം. റെഡി? അപ്പൊ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, RBC ഉണ്ട്, WBC ഉണ്ട്. ഏതൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് V ഫോർ വിക്ടറി പറയുമ്പോൾ ഒരു V ഷേപ്പിലാണ് കാണുന്നത്. വിക്ടറി ഷേപ്പ് ആലോചിക്കുക കേട്ടോ. അപ്പൊ പ്ലേറ്റ് ഫോർ വിക്ടറി. പിന്നെയോ ചുവന്ന രക്തകോശം ഒരു ഡിസ്ക് ഷേപ്പിൽ ഒരു വട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അത് ചുവന്ന രക്തകോശമായിരിക്കും, RBC ആയിരിക്കും. പിന്നെ WBC പല രീതിയിലുണ്ട്. ഒരു ഹെഡ്സെറ്റിന്റെ മോഡലായിട്ട് കണ്ടോ, ഹെഡ്സെറ്റുകൾ കൂടി ചേർന്ന പോലെ, ഒരു ഹെഡ്സെറ്റ് നിൽക്കുന്ന പോലെ, ഹാർട്ട് നിൽക്കുന്നത് പോലെ, പല പല രൂപത്തിലാണ് നമുക്ക് WBC അല്ലെങ്കിൽ വെളുത്ത രക്തകോശം കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി, ഏതൊക്കെയാണ് ഇതിന്റെ പിക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ എന്തായാലും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. പ്ലാസ്മ എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷൻ എന്താണ്? ദ്രാവക ഭാഗമാണ്. മഞ്ഞ കളർ അല്ലെ, മഞ്ഞ കളറിൽ ലിക്വിഡ് പോലെയുള്ള കാണുന്ന ഭാഗമാണ്. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പോലെ ഗ്ലൂക്കോസിനെ എല്ലാ ഭാഗത്തോട്ടും കോശങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എന്തുള്ളത്, പ്ലാസ്മ ഉള്ളത്. രണ്ടാമത്തേത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. രക്തം കട്ട പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. പ്ലേറ്റിൽ കട്ടയ്ക്ക് ബിരിയാണി പോന്നോട്ടെ എന്നല്ലേ നമ്മൾ പറയാ, അല്ല വിശപ്പ് കട്ടക്കിട്ട ഫുഡ് പറയില്ലേ. അപ്പൊ കട്ട പ്ലേറ്റ്ലെറ്റ്സ്, രക്തം കട്ട പിടിക്കാൻ പ്ലേറ്റ്ലെറ്റ്സ്. സിമ്പിൾ ആയിട്ട് ആലോചിച്ചൂടെ. ഇനി അടുത്തത് RBC എന്ന് പറയുന്നത് എന്ത് ഷേപ്പാ? ഡിസ്ക് ഷേപ്പാണ്. സോ RBC ഡിസ്കോ എന്ന് പഠിച്ചു വെക്കുക. ഡിസ്ക് ഷേപ്പ് ഉള്ളത് RBC ആണ്, മർമ്മമില്ല. ഹീമോഗ്ലോബിൻ ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മക്കൾക്ക് അറിയാം, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും കംപ്ലീറ്റ് ഭാഗത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ. സോ അതന്നെയാണല്ലോ എഴുതേണ്ടത്. പിന്നെ WBC ആണ്. അതിന് ആകൃതി ഉണ്ടോ? ഈ ഷേപ്പ്, ഹെഡ്ഫോണിന്റെ ആകൃതി, പല പല ഹെഡ്ഫോൺ, ഹാർട്ടൊക്കെ ഇല്ലേ. സോ ആകൃതി ഇല്ല, മർമ്മമുണ്ട്. രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ പ്ലാസ്മ ലിക്വിഡ് പാർട്ട്, യെല്ലോ കളർ, ക്യാരീസ് ഗ്ലൂക്കോസ് ടു സെല്ല്. പ്ലേറ്റ്ലെറ്റ്സ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. RBC ഡിസ്ക് ഷേപ്പ്, നോൺ ന്യൂക്ലിയേറ്റഡ്, ഹീമോഗ്ലോബിൻ കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. WBC നോൺ ഡെഫിനിറ്റ് ഷേപ്പ്, ഹാസ് ന്യൂക്ലിയസ്, ഡിസ്ട്രോയ് പാത്തോജൻസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മിടുക്കരായി തന്നെ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇനിയും അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, റിവിഷൻ ചെയ്ത് പഠിക്കണമെങ്കിൽ, കാരണം ഇതിന് ദിവസം വളരെ കുറവല്ലേ, അപ്പൊ ഉള്ള ദിവസം അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പൊ എൻഡ് ഗെയിം ബാച്ചിൽ ഇപ്പോൾ ഒരു ഓഫറും കൂടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓഫറാണ്. 15% ഓഫിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ വളരെ കുറഞ്ഞ പൈസയ്ക്ക് ഇനിയുള്ള ദിവസം കുറച്ച് ദിവസം ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ പഠിച്ചു വിചാരിച്ചോ അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. സോ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. 9954000800 കോൺടാക്ട് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ എല്ലാവരും ജോയിൻ ചെയ്യുക, സെറ്റ് ആവുക. അപ്പോൾ ബാച്ചിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. സീ യു ഡിയേഴ്സ്, ബൈ.